എനിക്കറിയില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ഞാൻ വിളിച്ചാൽ നീ കോൾ എടുക്കില്ലല്ലോ, അതുകൊണ്ടാണ് നേരിട്ട് വന്നത്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നിന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായി. നീ അങ്ങോട്ട് ചെന്ന് അമ്മയൊന്ന് കാണണം. നിന്നെ ഓർമ്മ അന്വേഷിക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്താ അസുഖം? ഒരു തലചുറ്റല്. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? ഹോസ്പിറ്റലിൽ വരാൻ ഓർമ്മ തയ്യാറല്ല. അന്ന് ചെന്ന് അമ്മയൊന്ന് ഉപദേശിക്കും, എന്നാലേ അവൾ ഹോസ്പിറ്റലിൽ വരാൻ തയ്യാറാവൂ. ഞാൻ അവിടെ ഉണ്ടെന്ന് കരുതി നീ അമ്മയെ ചെന്ന് കാണാതിരിക്കണ്ട. ഞാൻ അവിടെ ഉണ്ടാവില്ല. കുറച്ചു നേരത്തേക്ക് ഞാൻ മാറിയെന്നോളാം. റിസപ്ഷനിലോ മറ്റോ ഞാൻ പോയിരുന്നോളാം. പെട്ടെന്നുള്ള അമ്മയ്ക്ക് എന്താ ഇങ്ങനെ വന്നേ? ഇവിടെ വന്നതിന് ശേഷം ഇവളും അമ്മയും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയണം. ഇവളെ കാണാത്തതുകൊണ്ടാ ഊർമിള പെട്ടെന്ന് മൂഡ് ഓഫായി തളർന്നു വീണത്. നീ ചെന്ന് അമ്മയോട് അല്പം നേരം സംസാരിച്ചിരിക്കും. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഞാൻ പോയി അമ്മയെ കണ്ടോളാം. നിങ്ങക്ക് പോവാം. നീ കാരണമാണോ നിന്റെ അമ്മ തളർന്നു വീണേ? അങ്ങനെയാണെന്ന് അയാൾ പറയല്ലേ. എന്താ സത്യം നമുക്കറിയില്ലല്ലോ. അമ്മയെ കണ്ടാലേ അത് പറയാൻ കഴിയൂ. ഞാനേ ചെന്ന് അമ്മയെ കണ്ടിട്ട് വരാം. അനു, നീ തനിച്ചു പോണ്ട, ഞാനും കൂടെ വരാം. നീ വരണമെന്നില്ല, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ പറയല്ലേ അനു. നിന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ കാണാൻ വരാതിരുന്നത് മോശമല്ലേ? ഞാനും കൂടെ വരാം. എനിക്ക് നിന്റെ അമ്മയെ കാണണം. ശരി, വാ, പോയിട്ട് വരാം. എല്ലാം ഓക്കെ ആണോ? എവറിത്തിങ് ഇസ് റെഡി. അവളെ തനിച്ചു കിട്ടണം. അതിനൊരു വഴിയുണ്ടാക്കി തന്ന കൊത്തിയെടുത്തോണ്ട് പോകുന്ന കാര്യം ഞാൻ ഏറ്റു. സ്വിമ്മിംഗ് പൂളിലെ പരാജയം ഇക്കാര്യത്തിലുണ്ടാകരുത്. നമ്മുടെ ഈ പ്ലാനും ഫ്ലോപ്പായാൽ ഇനിയൊരു അവസരം ഇവിടെ ഉണ്ടാവില്ല. അനു ഫ്രണ്ട്സിനൊപ്പം ഹോസ്റ്റലിലേക്ക് പോകും. ഊർമിളയും കൊണ്ട് എനിക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടിയും വരും. അവളെ തനിച്ചു കിട്ടുമോ? ഞാനൊരു കെണി ഒരുക്കിയിട്ടുണ്ട്. ഊർമിളയെ കാണാനായി അനു എന്റെ റൂമിലേക്ക് വരുന്നുണ്ട്. അവള് വരുമോ? വരും. റൂം നമ്പർ 106. അവിടെ അനു വരുമ്പോ ഊർമിള ഉണ്ടാവില്ല. ഊർമിളയെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ കെണിയിൽ നിന്നും അനു രക്ഷപ്പെടരുത്. അവൾ ഇനി രക്ഷപ്പെടില്ല. റൂം നമ്പർ 106 അവള് തനിച്ച് വരികയാണെങ്കിൽ എന്റെ ആളുകള് അവളെ പൊക്കിയിരിക്കും. അവരെന്തിനു തയ്യാറായി ഇവിടെ തന്നെ ഉണ്ട്. ബ്രിട്ടോയ, റൂം നമ്പർ 106. അവിടെ ഒരു പെൺകുട്ടി തനിച്ചുണ്ടാവും. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ പോലെ. ഇതോടെ തീരണം. അനന്യ ഭാസ്കർ. തട്ട്. ഒന്നുകൂടെ തട്ട്. നിന്റെ അമ്മ വാതിൽ ഉറക്കാത്തെന്താ? അറിയില്ല. ചിലപ്പോ എണീക്കാൻ വേദ കിടക്കായിരിക്കും. ഞാൻ തട്ടാം. ഡോറ് തുറന്നു. നീ വരുന്ന പ്രതീക്ഷിച്ചേ അമ്മ ഡോറ് ലോക്ക് ചെയ്തില്ല. വാ. അമ്മ ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? അതിനിടയിലേ നിന്റെ അങ്കിള് നിന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? ഹോസ്പിറ്റലിലൊന്നും പോയിട്ടില്ല. റൂം ലോക്ക് ചെയ്തവര് ഹോസ്പിറ്റലിൽ പോയില്ലല്ലോ. ബാത്റൂമിലായിരിക്കും. അമ്മേ, അമ്മേ, തുറന്നു നോക്ക്. അമ്മ ബാത്റൂമിലില്ല. പിന്നെ എങ്ങോട്ട് പോയി? ഹായ് ബിരിയാണി.
എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം നിനക്ക് വേണ്ടി നിന്റെ അമ്മ വാങ്ങി തരിക്കും അല്ലേ? എനിക്ക് വേണ്ട, ഞാൻ ചിക്കൻ കാലൊന്നും കഴിക്കില്ല. നീ കഴിച്ചോ. എന്നാ പിന്നെ ഞാൻ കഴിക്കട്ടെ.